അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുളം നല്ല പരിചയം ഉണ്ടായിരിക്കും അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ തവണ വൃത്തിയാക്കിയ പാമ്പുകളാണ് കേട്ടോ. ഈ ഒരു പാമ്പ് കുളത്തിൽ നമ്മൾ മൊത്തം ക്ലീൻ ആക്കിയിട്ട് അന്ന് മീനുകളിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 750 മീനുകളാണ് അന്ന് നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ വെള്ളം കൂടിയത് കൊണ്ട് തന്നെ ഈ ഒരു കുളത്തിൽ നമുക്ക് ഉറവ നല്ല ഉറവാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കുളം വറ്റിച്ചിട്ട് മീനുകളെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ വല വെച്ചിട്ട് ഏകദേശം ഒരു 100-500 മീൻ മുകളിൽ അന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള അത്യാവശ്യം വളർച്ചയുള്ള മീനുകൾ, അന്ന് കുറച്ച് വളർച്ച കുറവായിട്ടുള്ള മീനുകളും കിട്ടാത്ത മീനുകളൊക്കെ നമ്മൾ ഇതിലിട്ടിട്ട് ഇന്ന് ആ മീനുകളെ മൊത്തം നമ്മൾ ഈ ഒരു കുളം വറ്റിച്ച് പിടിക്കാനുള്ള പ്ലാനാണ്. പക്ഷേ ഈ ഒരു കുളം വറ്റിച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാലും വെള്ളം ഏറ്റവും അടിയിലാണ്. അപ്പോൾ നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുന്നത് ഈ ഒരു കുളം മൊത്തം വറ്റിച്ചിട്ട് ഇതിലുള്ള എല്ലാ മീനുകളും പിടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ആദ്യത്തെ ഒരു 3 കേസ് വരെ നമുക്ക് പോയി ഇറക്കാം. അപ്പൊ നമ്മളെ ഇനി ദാർപ്പായ ഇട്ടാ നല്ല വെള്ളം ഇതിലേക്ക് സംഭരിക്കണം അല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ ദാർപ്പായ സെറ്റാക്കിയിട്ട് ചെറിയ പടുതാക്കുളം മുകളിൽ സംഭവം സെറ്റാക്കുകയാണ്. ഇത് നമ്മൾ സാധാ ദാർപ്പായല്ല കേട്ടോ, നല്ല കട്ടിയുള്ള ദാർപ്പായ ചോദിച്ചു വാങ്ങിയാണ് വെള്ളം നിറയ്ക്കാൻ വേണ്ടി. പിന്നെ ദാർപ്പായ കാണിച്ചു കൊടുത്ത് നോക്ക്. ഇതിലും ദാർപ്പായ കേട്ടോ, ഒരു 500 GSM ദാർപ്പായാണ്. ടാങ്കില് ഇത് 3000 ആവില്ല. അപ്പോൾ പായ കെട്ടിക്കുളം റെഡിയാക്കിയിട്ട് വരാം അല്ലേ? അപ്പോൾ ദാ നമ്മൾ ഇതിൻ്റെ വലയൊക്കെ ഒന്നും കൂടി റെഡിയാക്കുകയാണ്. മൊത്തം വല ഊരണട്ടോ. വല ഊരിയാലാണ് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഈ റേഞ്ചിലാണ് ഇപ്പോൾ വെള്ളം ഉള്ളത്. ലഭ്യ വെള്ളം കണ്ടമാനം കുറഞ്ഞായി ഇടമഴക്ക് വെള്ളം കുറഞ്ഞു കൂടിയതാണ്. വെള്ളത്തിൻ്റെ അടിക്ക് താന്നിനോ? ഇവിടെ കല്ലില്ല ഇല്ല, ആ കല്ലിൻ്റെ അടിക്ക് താന്നിനോ. എന്നിട്ട് ഞാൻ ഇടമഴ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? വെള്ളം പിന്നെയും പോകുന്നു. പാണ്ഡ്യജാഗുണ്ടിൽ കാര്യത്തിൽ ഒറ്റൊരു മൂലൊക്കെ കഴിഞ്ഞാൽ നടന്നിങ്ങനെ ഇപ്പം മുക്കാ ഭാഗം മീനിങ്ങനെ ചെറുതായിട്ട് പുളക്കലുണ്ടോ നമുക്ക്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വീണ്ടും നമ്മുടെ പാമ്പ് കുളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യണം എന്താ വെച്ചാൽ ഈ കുളത്തത്തെ മീനെ പിടിക്കാൻ കേട്ടോ. ഇന്നത്തെ കുറച്ച് മീനെ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പിടിച്ചതാണിത്. അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റുള്ളൊരു പിടുത്തം, അന്ന് നമ്മൾ കുറച്ചും കൂടെ മീൻ ഇതിക്ക് ഇട്ട് ലാസ്റ്റുള്ളൊരു പിടുത്തമാണ്. എത്ര മീൻ ഉണ്ടാവും എന്നൊക്കെ നോക്കാല്ലേ? ഇപ്പോൾ അതാണ് നമ്മളെ കുളത്തിൻ്റെ ഒരു കോലം എന്ന് പറയണേ. ഫുള്ള് ഇവിടെ ഈ സൈഡിലൊക്കെ പൊന്ത വന്നിട്ടുണ്ട്. എന്നാലും പാമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അല്ലേ? അതൊക്കെ നമ്മൾ പക്ക ക്ലീനാക്കി. പിന്നെ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വരും ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഫുള്ള് ക്ലീനാക്കി. അപ്പോൾ വെൽക്കം ടു കടകുള ഒരു അടിപൊളി മീൻപിടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇപ്പോൾ തൽക്കാലം കെട്ടാനുള്ള 2-3 കയറെടുത്തിട്ട് അതോടെ സെറ്റാക്കി വെക്കാം നമുക്ക്. തൽക്കാലം കെട്ടാനുള്ള കയറെടുക്ക്. ഇപ്പോൾ 2 കയറുണ്ട്. ഒരു ഇങ്ങനത്തെ ഒരു 2-3 കയറും കൂടെ കിട്ടിയാൽ ഇതാണ് ഈ ഭാഗത്തിൻ്റെ ഒക്കെ. അവിടെ നിന്ന് പിന്നെ നമുക്ക് എപ്പോഴും ക്ലീൻ ആക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ കയറെടുക്കാൻ പറയുന്നുണ്ട്. ഞങ്ങളിവിടെ പടുതാക്കുളം കെട്ടട്ടെ. വെള്ളം ഏകദേശം അതുവരെ ഇല്ലപ്പോൾ കുറയട്ടെ. ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടാവും അല്ലേ? ഏകദേശം അതുവരെ ആയിട്ടാ. ഇവിടെ ഏകദേശം എത്ര ഉണ്ടാവും? ഇപ്പോൾ നമ്മളെ ഹുസൈന് വന്നിട്ടുണ്ട് കേട്ടോ. ഹുസൈനുണ്ട്, ഉണ്ണിയുണ്ട്. വരട്ടാ, എന്താണ് അഭിപ്രായം കുളത്തിനെ കുറിച്ച്? നല്ല അഭിപ്രായം. വെള്ളപ്പം ഏകദേശം ഇങ്ങനെ വാർന്നു വരുന്നുണ്ട് ഇല്ലേ? മീനുണ്ടാവും. എന്താ അഭിപ്രായം? അതെ അതെ, കറക്റ്റാണ്. ഏകദേശം വെള്ളം എത്ര ദിവസമായിരുന്നു? 3 മാസമായോ? 3 മാസമല്ല, 5 മാസത്തിന് മുകളിലായില്ലേ? 5 മാസം. 3 തന്നെ നമ്മളിത് അല്ല, നമുക്ക് 2 ഇത്
ഇട്ട് മീൻ പിടിക്കാനുള്ള ടൈം ആയിരിക്കണേ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാ ഒരു സുമാറ് ഒരു വർഷം 1.5 മാസം 2 മാസം എടുത്തായിട്ടുണ്ടാവും. അങ്ങനെ വെള്ളമാണ്, അത്രയും വെള്ളമല്ല, എങ്ങനെ വരുന്നത്? അപ്പൊ നമ്മൾ മച്ചാൻ വന്നിട്ടുണ്ടാ പറയൂ. അപ്പൊ നമ്മുടെ മീൻപിടുത്തത്തിന്റെ മഹാമാമാങ്കം നമ്മൾ തുടങ്ങാൻ പോവാണ്. മാനത്ത് വട്ടമിട്ട് പറക്കുന്ന പറവുകൾ പോലും അന്തിച്ച് നിൽക്കുന്ന മീൻപിടുത്താണ് നമ്മളിവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ കുളത്തിലേക്ക്. അപ്പം ഹുസൈനും ഇവിടെ മീനുകളെ നോക്കിക്കൊണ്ട് കേട്ടോ. അപ്പൊ എന്താ പാട്? സൗണ്ട് ഉണ്ടാക്കരുത് നാട്ടാ വന്നിട്ടുള്ളത്. സൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ രഞ്ജിത്തിട്ടോ. അപ്പോ വിളിക്കുന്നത് അങ്ങനെയൊന്നല്ല, ഇപ്പൊ വീഡിയോയിലായതുകൊണ്ട് അത്യാവശ്യം ഒരു ഇത് കൊടുത്തതാണ് നമുക്ക്. ഹുസൈൻ ഇതാ ഒന്നിനെ നോട്ടിട്ട് ആ ഒന്നിനെ നേരെ തന്നെ നോക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒരു കണ്ണില്ല ഹുസൈൻ. ഇവിടെ നിന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒന്നിനെ തന്നെ ഓൻ പൊക്കും ചെയ്യും. അതാണ് ഓന്റെ ഒരു കഴിവ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേമാതിരി തന്നെ കുറവ് പറ്റുന്നില്ല അല്ലേ? നല്ല തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കുറവ് പറ്റാത്തതുകൊണ്ട് ഒരു ഇഞ്ചിനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു മോട്ടറും കൂടി വെച്ചിട്ട്. ഹുസൈനെ, സിദ്ധ്യ എന്താ പാട്? നല്ല പാടാണ്. സിദ്ധ്യ തിരക്കിലാട്ടാ, കാണാൻ പറ്റുന്നുണ്ടാവില്ല, അവിടെ ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ പാമ്പിൻ്റെ വെള്ളം ഉണ്ടോ കാണിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോൾ സമയം ഇപ്പോൾ 10:52. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാൽ രാവിലെ പറഞ്ഞാൽ 11 മണിക്ക്, ഉച്ച 11 മണി ആ ടൈമിൽ വെച്ചാണ്. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം മാറുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ കൂടുതലായിട്ട് ഒറ്റ മോട്ടറും വേണ്ട സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ വെള്ളം വയറിലാണ്ടപ്പോൾ നമ്മൾ ഒരു മോട്ടറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങോട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ വെള്ളം മാർക്കണത്. എന്തായാലും ഇന്ന് രാത്രി ഞങ്ങൾ മീനെ പിടിക്കാനുള്ള പ്ലാനാണ് അല്ലേ? കാരണം നമ്മൾ നാളത്തേക്ക് ഇനി വെക്കണില്ല, കാരണം അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങി. സിദ്ധ്യത പിടിക്കുന്നു. ഹായ് പറഞ്ഞോളൂ. അപ്പോൾ ഞങ്ങൾ ഇനി രാത്രി തന്നെ ഏകദേശം തീരുമാനമാക്കാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ വെള്ളമൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ട് മീനെ നേരെ കോരിയിട്ട് നമ്മളവിടെ ഒരു ചെറിയ പടുതാക്കുളം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ടർപ്പായപ്പോണ്ട് അതിലേക്ക് മീനുകളാക്കും. എന്നിട്ട് നാളെ രാവിലെ നമ്മളെ വണ്ടി വന്നിട്ട് നേരെ എടുത്ത് കൊണ്ടുപോകും. കാരണം നാളെ ഞങ്ങൾക്ക് വേറെ പിടുത്തം, ഞങ്ങൾ ഏറ്റ പിടുത്തമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏറ്റിട്ട് ഇങ്ങനെ മാറ്റണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഇത് പിന്നെ നമ്മൾ തുടങ്ങും ചെയ്ത്, പിന്നെ അത് നമ്മൾ തന്നെയാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടോ അപ്പോഴേക്കിലൊക്കെ മാറ്റാം. പക്ഷേ ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നിർത്തി പറഞ്ഞാൽ ഒരു 2ാം കളി ഇല്ലേ? അതെ. അപ്പോൾ അതെ, കാരണം അവർ നമ്മളെ കാത്തിക്കും. അവർ നാളത്തേക്ക് ഇഞ്ചിനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഫുള്ള് റെഡി ആകുമെന്ന് പറഞ്ഞു. നാളെ രാവിലെ തന്നെ അവിടെ വെക്കൽ തുടങ്ങും. ഹുസൈനെ കാണാൻ ചേട്ടാ. അപ്പോൾ അവരിഞ്ഞിപ്പോൾ നമ്മളെ കാത്ത് നിന്നിട്ട് അത് നമ്മളൊരു ചതിയാവും. അപ്പോൾ അതിന് നമ്മൾ നിൽക്കണില്ല. നമ്മളിപ്പോൾ തന്നെ നമ്മളെ ഈ പരിപാടി ഒന്ന് പുറക്ക് വെച്ചിട്ട് സെറ്റാക്കിയാൽ ശരി. നമ്മൾ അവർക്ക് കൊടുത്ത വാക്ക് അല്ലേ? അതെ, നമ്മൾ അവർക്ക് കൊടുത്ത വാക്ക് അവർ നമ്മളെ കാത്തിക്കൊണ്ട് ഏകദേശം ഒരു 2000 മീനുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നാളെ രാവിലെ ഏകദേശം ഇവിടുന്ന് വണ്ടി ലോഡായി കഴിഞ്ഞാൽ നേരെ അവിടെ പോയിട്ട് നമ്മൾ അങ്ങോട്ട് എടുക്കും. അപ്പോൾ അതാണിപ്പോൾ നമ്മൾ രാത്രി ഉറക്കം വെച്ചിരിക്കുന്നത്. കാരണം വാക്കാണ് വരുത്തില്ലേ, നമുക്ക് അത്ര ഉള്ളൂ കേട്ടോ. നമുക്ക് കൊടുത്ത വാക്ക് അതിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ കാണണം കേട്ടോ. അതായത് നമ്മൾ നാളെ മീൻ എടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇത് കാണണം. ഞങ്ങൾ ഈ രാത്രി എടുക്കുന്ന റിസ്ക് കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പം ഇനി രാത്രി തന്നെ നമ്മൾ മീനൊക്കെ കയറ്റും, ബാക്കി കാര്യങ്ങളും കൂടെ കാണാം. സിദ്ധ്യ അവിടെ ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്താ പാട്? മീനെ നോക്കുകയാണ്. നല്ല വലിപ്പമുണ്ടല്ലേ? അവിടെ പോയിട്ടൊന്ന് കാണിച്ചു തരട്ടെ മീനെ. ചെറുക്കന്മാര് പോയി അത് വലിയ പോലെ പണ്ട് കാലില്ല. നമ്മളായാലും ഇപ്പൊ മൂത്തേക്ക് തോറ്റടിച്ചു കഴിഞ്ഞാൽ കുറെ ശമല്ലാത്ത അടിച്ചുമ്പോ കണ്ണ് കടിച്ചുമ്പോ ഏത് കാണത്തിനും കാണും. വേണ്ട ഇവിടെ പോയി തോറ്റിന് യോങ്ങനെ അടിച്ചിട്ടുണ്ട് കണ്ണ് കുത്തുമ്പോഴേ പ്രശ്നമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം 12:18 അല്ലേ? 12 മണി കഴിഞ്ഞു. 12 മണി കഴിഞ്ഞ്
18 മിനിറ്റുകൾ 15 സെക്കൻഡാ 12:20 ഓക്കെ 12:20 ആയിട്ടില്ല. നമ്മളിപ്പോഴും വള്ള മാർക്കലിലാണ്. ഉള്ള മാർക്കറ്റിലാണ്. ഇപ്പൊ നമ്മളെ പാമ്പോളത്തിലാണ് കേട്ടാ. നമ്മളെ കുറെ കാലം മുന്നേ നമ്മൾ ക്ലീൻ ആക്കിയ പാമ്പോളത്തില്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഈ കാണുന്ന കുളത്തിൽ നമ്മൾ അന്ന് കുറേ മീനുകളിട്ടായിരുന്നു. ഏകദേശം ഒരു 700-750 മീനുകളിട്ടായിരുന്നു. അതിലത്തെ ഒരു വട്ടം നമ്മൾ കുറേ മീനുകളെ പിടിച്ചു. അതിന്റെ ബാക്കി കുറച്ച് മീനുകളും കൂടെ ആ ബാക്കി മീനുകളെ നമ്മൾ അന്ന് പിടിച്ചായിരുന്നില്ല. കാരണം അന്ന് നമ്മൾ വല വെച്ചിട്ടാണ് പിടിച്ചത്. അത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നില്ല കേട്ടോ. കാരണം പെട്ടെന്നുണ്ടായൊരിതും വെള്ളം കൂടുതലാണ്. ഞങ്ങൾ വല വെച്ച് കുറെ മീനുകളെ പിടിച്ചു. ബാക്കിയുള്ള മീനുകളെ ഇന്ന് കുളം വറ്റിച്ചിട്ട് പിടിക്കാനുള്ള നമ്മള് വേനൽ ലാസ്റ്റ് ആയപ്പോ വെള്ളം വറ്റിച്ച് പിടിക്കാനുള്ള പരിപാടി ബാക്കിയുള്ള മീനാണ്. അതെ. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു കുളം നമുക്ക് വെള്ളം വറ്റിച്ച് പിടിക്കാറ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന്റെ അപ്പുറത്തും പുറത്തൊക്കെ വേറെ കുളങ്ങളുണ്ട്. അത് മാത്രമല്ല ഇവിടെ നല്ല ഉറവാണ്. ടാസ്ക്കാണ് പിടിക്കാൻ. ഇന്നും ഞങ്ങൾ പണിയെടുക്കുന്നത് അന്നത്തെ അതേമാതിരി തന്നെ രാത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം പണി തുടങ്ങിയിട്ട് രാവിലെ ഒരു 11-11:30 ആയപ്പോഴേക്കും നമ്മളിവിടെ ഏകദേശം മോട്ടറും കാര്യങ്ങളൊക്കെ എത്തിച്ച് നമ്മളൊരു 5 മണിക്ക് തീർന്നു വിചാരിച്ച പണിയാണ്. പണി. കാരണം അത്രയും വെള്ളം അടിയിലാണ് കേട്ടാ. എന്നിട്ടും ഈ ഒരു പണി തീർന്നില്ല. ഇത് ഇപ്പൊ രാത്രി 12-20 ഇതുവരെയായിട്ടും പണി ഇപ്പോഴും അതായത് വെള്ളം ഏകദേശം അടിയിലാണ്. പക്ഷെ നമുക്ക് മീന് കേടുപാട് കൂടാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ മീനിന്റെ ചെകളുടെ ഉള്ളിൽ ചളിയൊക്കെ കയറാതെ പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മള് ഏറ്റവും അടിയിക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിക്കണ്ട. കഴിഞ്ഞ് പോയി. പക്ഷെ ഏറ്റവും അടിയിൽ ഇതിന്റെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇറങ്ങിയപ്പോ അടുത്ത മീനാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും കൂടി ഒന്ന് സമയം കൊടുത്ത് എല്ലാ ചെറിയ മീനുകളും കയറ്റണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ എന്താവെന്ന് അറിയില്ല. നേരം 12:30 മണിയായി. എല്ലാരും ഉണ്ട്. ഞങ്ങൾ 5 മണിക്ക് ഇത് തീർന്നു പോവാന്ന് വിചാരിച്ച ആൾക്കാരാണ്. എന്താ ചെയ്യാ? സ്ഥിതിയൊക്കെ കിടക്കണണ്ട അവിടെ വെള്ളത്തിൽ കിടന്നിട്ട് ഇപ്പൊ ഞങ്ങളെ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഹുസൈൻ ഉണ്ട്, മുരളിയുണ്ട്, രഞ്ജിത്തുണ്ട്.